الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ചവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ മരിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജറ വർഷം 1447. വിശ്വാസികളുടെ അധിക ആരാധനകളും ഹിജറ വർഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിർവഹിച്ചു വരുന്നത്. സക്കാത്ത്, നോമ്പ്, ഹജ്ജ് ഇവയ്ക്കെല്ലാം അടിസ്ഥാനം ഹിജറ വർഷത്തിലെ മാസങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. നമസ്കാരം എന്നത് ദൈനംദിന ജീവിതത്തിൽ വരുന്ന കാര്യമാകിയാൽ അത് ആ രൂപത്തിലുള്ള ഒരു കാര്യമല്ല. ഹിജറ വർഷം എന്നത് ഇസ്ലാമിൻ്റെ ലോകവ്യാപനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു മഹാസംഭവമാണ് ഹിജറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഹിജറ എന്ന് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു പ്രചോദനവും പാഠവുമായിട്ടാണ് അവർക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇസ്ലാമിക ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരുപാട് അധ്യായങ്ങൾ തുന്നിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ ചരിത്രമാണ് ഹിജറ എന്ന് പറയുന്നത്. ആദർശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം നാടും വീടും സ്വന്തക്കാരെയും ബന്ധക്കാരെയും തൻ്റെ സമ്പാദ്യങ്ങളെയും എല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് യസിരിബിലേക്ക് നടത്തിയിട്ടുള്ള
പാലായനം, അതിലെ സംഭവങ്ങൾ കരളലയിപ്പിക്കുന്നതും കണ്ണീരൊലിപ്പിക്കുന്നതുമായ ചരിത്രങ്ങളാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിലുള്ള ഒരുപാട് സംഭവങ്ങളാണ് ആ ഹിജ്റയിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹിജ്റയിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ വിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായ ആയത്തുകളിലൂടെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും അവർക്കുള്ള പ്രതിഫലം മുൻകൂട്ടി തന്നെ അറിയിക്കുകയുമെല്ലാം ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിലെ വചനം വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വരികയും എന്നിട്ട് ഹിജ്റയിൽ പങ്കാളികളാവുകയും അതുപോലെ തന്നെ അവരെ മദീനയിൽ വെച്ചുകൊണ്ട് സഹായിക്കുകയും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിന്തുടരുകയും ചെയ്തിട്ടുള്ള ആളുകൾ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാറു, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദ, അതിൽ അവർ എന്നെന്നും ശാശ്വതരായിരിക്കും. വിശുദ്ധ ഖുർആൻ മുൻകൂട്ടി തന്നെ അവരെ പ്രശംസിക്കുന്ന വചനമായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം 117-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിച്ചിരിക്കുന്നു, അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു. ആർക്കൊക്കെ? പ്രവാചകനും മുഹാജിറുകളും അൻസാറികളുമായിട്ടുള്ള ആളുകൾക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അവിടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അവതരിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിക്കുകയാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 100-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി, ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ പൊരുത്തത്തിന് വേണ്ടി പ്രതിഫലത്തിന് വേണ്ടി ഹിജറ പുറപ്പെടുകയാണ് എങ്കിൽ സുമ്മ യുദ്രിക്കുഹുൽ മൗതു, പിന്നെ ആ വഴിയിൽ അവർക്ക് മരണം തന്നെ സംഭവിച്ചാലും ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അവിടെ യാത്ര പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും ശരി, അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ലെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം പരിപൂർണമായും നൽകപ്പെടുന്നതാണ് എന്ന്. ഇങ്ങനെ മുഹാജിറുകളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ ആയത്തുകളിലൂടെ പ്രശംസിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആ സ്വഹാബത്തിൻ്റെ മക്കയിലുള്ള 13 വർഷക്കാലം ചരിത്രത്തിൽ ഉദാഹരണമില്ലാത്ത വിധത്തിലുള്ള പീഡന പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാലമായിരുന്നു അത് എന്നത് നമുക്കറിയാവുന്നതാണ്. വിശ്വാസം പ്രഖ്യാപിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉരുവിടുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ അവർ മുതിർന്നു എന്നതിൻ്റെ പേരിലായിരുന്നു ഈ പറഞ്ഞ വിവിധ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക്, പീഡനങ്ങൾക്ക് അവർ വിധേയരാകേണ്ടി വന്നത്. നമുക്കറിയാമല്ലോ, ഇസ്ലാമിൻ്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിൻ്റെ അടിമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം കേൾക്കാൻ ഇടവരികയും അത് സത്യമാണെന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസിക്കുകയും ചെയ്തു. അത് രഹസ്യമാക്കി വെച്ചു എങ്കിലും പിന്നീട് യജമാനനായ ഉമയ്യത്ത് അത് അറിയുകയും വിവിധ സ്വരൂപത്തിലുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുകയും ചെയ്തു. നിന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് പറഞ്ഞു.
നിനക്ക് ഒരുപാട് ഉപഹാരങ്ങൾ നൽകാം എന്ന് പറഞ്ഞു, അതുപോലെ ഒരുപാട് സ്ഥാനമാനങ്ങൾ നൽകാം എന്ന് പറഞ്ഞു. എന്നിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു പിന്തിരിഞ്ഞില്ല. പിന്നീട് വളരെ കൊടിയ മർദ്ദനമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ മണലിലൂടെ, ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചിഴക്കുകയും അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത ആ സന്ദർഭത്തിലും ചുണ്ടനക്കം കേട്ടുകൊണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കേൾക്കാൻ ചെവി അടുത്ത് പിടിച്ചപ്പോ അവർക്ക് കേൾക്കാൻ സാധിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മുഴുവൻ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അഹദ് അഹദ് എന്ന് ക്ഷീണിച്ച സ്വരത്തിൽ പറയുന്നതാണ് അവർക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. പല ആളുകളും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാൽ, നീ ഒരു അടിമയാണ്, നീ ഒരു ഗോത്രത്തിൻ്റെയും പിൻബലം നിനക്കില്ല, നിനക്ക് വല്ലതും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ബിലാലെ, നീ പിന്തിരിയൂ, നീ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയിക്കോ, എങ്കിൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. വൽ അസ്നാമദീന വറബ്ബുൽ അർശി അൽഹമനി സ്വവാബാ സഅംലി ലിൽ മനിയതി ലാ ഉബാലി വഇൻദല്ലാഹി അദ്ഖിറു സവാബാ. വൽ അസ്നാമദീനൻ, ഈ ബിംബങ്ങളെയും ബഹുദൈവാരാധനയെയുമാണോ ഞാൻ മതമായി ഇഷ്ടപ്പെടേണ്ടത്? വറബ്ബുൽ അർശി അൽഹമനി സ്വവാബ, എൻ്റെ രക്ഷിതാവ് എനിക്ക് വളരെ സുന്ദരമായ നേരായ ഒരു വഴി എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈ വഴിയിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ പോലും എനിക്കതിൽ ഭയമില്ല, ഞാൻ അതിന് സന്നദ്ധനാണ്. എൻ്റെ എതിരാളികളുടെ ചാട്ടവാർ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് എൻ്റെ മേൽ പതിക്കുമ്പോഴും എന്നെ ഈ പീഡനങ്ങൾക്ക് വിധേയരാക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പട്ടികയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. യാസിർ കുടുംബത്തിൻ്റെ ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യാസിറും അമ്മാറും സുമയ്യയും, യാസിർ റളിയല്ലാഹു അൻഹു, അതുപോലെ മകൻ അമ്മാർ, ഭാര്യയായ യാസിറിന്റെ ഭാര്യയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ പരസ്പരം കാണാവുന്ന അകലത്തിൽ അവരെ നിർത്തുകയും എന്നിട്ട് കഠിനമായി ചാട്ടവാറുകൾ കൊണ്ട് അവരെ പ്രഹരിക്കുകയുമാണ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്ത് കൂടി നടന്നു പോകുമ്പോൾ തടുക്കാൻ കഴിയുന്നില്ല, എതിർക്കാൻ പോലും കഴിയുന്നില്ല, ഒന്ന് നിർത്തൂ എന്ന് പറയാൻ പോലും അവിടെ വെച്ചുകൊണ്ട് കഴിയുന്നില്ല. അവസാനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, സ്വബ്റൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകുക സ്വർഗമാണ് എന്ന് അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ മർദ്ദനത്തിനിടയിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ വെച്ചുകൊണ്ട് ഒന്നാമത്തെ രക്തസാക്ഷി ഉണ്ടാകുന്നത്. അത് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയാണ്. മുസ്ലിം സമൂഹത്തിലെ സ്ത്രീ സമൂഹത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം കൂടിയാണത്. അഥവാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഒന്നാമതായി രക്തസാക്ഷിത്വം വഹിക്കുന്നത് ഒരു സ്ത്രീയാണ്, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെയുള്ള ഒരുപാട് പീഡനങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇതൊന്നും അവർ വിശ്വസിച്ചു എന്ന പേരിലല്ലാതെ, നാട്ടിൽ കലാപമുണ്ടാക്കിയതിൻ്റെ പേരിലല്ല, കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ പേരിലല്ല, മോഷണമോ വ്യഭിചാരമോ മറ്റു കാര്യങ്ങളോ നിർവഹിച്ചതിൻ്റെ പേരിലല്ല, ഈ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണ് അവർ ഇതെല്ലാം സഹിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ആ 100 ചരിത്രങ്ങൾ അത് സഹിക്കാൻ അവരെ പ്രേരിതമാക്കിയിട്ടുള്ളത്
എന്താണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളായിരുന്നു അവർക്ക് പ്രചോദനമായിരുന്നത് എന്ന് നമുക്ക് കാണാം. സൂറത്തുർ റൂമിലെ 47-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം ഞങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും എന്ന വിശ്വാസമാണ് ഇതെല്ലാം തന്നെ സഹിക്കാൻ അവർ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്ത് ആൽ ഇംറാനിലെ 160-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണ് എങ്കിൽ നിങ്ങളെ അതിജയിക്കാൻ മറ്റൊരാളും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ മറ്റൊരു വചനത്തിൽ ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ. അള്ളാഹുവാകുന്നു നിങ്ങളുടെ രക്ഷകൻ, അവൻ ഏറ്റവും നല്ല രക്ഷകനാണ്, നിങ്ങളെ സഹായിക്കാൻ ഉത്തമനാണ്. ഇതുപോലെയുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായിരുന്നു അവർക്ക് ഈ ആദർശത്തിന്റെ വഴികളിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടുവാനും സഹിക്കുവാനും പ്രചോദനം നൽകിയിട്ടുള്ളത് എന്നത് നമുക്ക് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, പരീക്ഷണം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. കാരണം ഈ ഹിജ്റ തന്നെ പഠിപ്പിക്കുന്നത് ഒരു മക്ക ജീവിത കാലഘട്ടം മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരു മക്ക ജീവിത കാലഘട്ടം മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് നീ ഒരു മദീന ജീവിത കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അല്പം ആശ്വാസമുള്ള, അല്പം സ്വസ്ഥതയുള്ള ഒരു അവസ്ഥ നിനക്കുണ്ടാവണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ മക്ക ജീവിത കാലഘട്ടം ഉണ്ടാകണം. അങ്ങനെയുള്ള അവസരങ്ങളും അനുഭവങ്ങളും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോഴേ അവൻ്റെ വിശ്വാസത്തെ മാറ്റുരച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ അവന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മുഹാജിറായിട്ടുള്ള ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകണം. ആദ്യം മുഹാജിറാണ് ആവേണ്ടത് ഒരു വിശ്വാസി, അഥവാ നമ്മൾ ഓരോരുത്തരും ആദ്യം മുഹാജിറാണ് ആവേണ്ടത്. എങ്കിൽ അൻസാറുകൾ നമുക്കുണ്ടാകും, ആ സഹായങ്ങൾ നമുക്ക് പല വിധേനയുണ്ടാകും. അള്ളാഹുവിൽ നിന്നുള്ള സഹായങ്ങളാകാം, സമൂഹത്തിൽ നിന്നുള്ള സഹായങ്ങളാകാം, നിയമമേഖലകളിൽ നിന്നുള്ള സമൂഹങ്ങളാകാം, പല വിധത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കാം. അതിന് ആദ്യം നമ്മൾ മുഹാജിറുകളാകണം. എങ്ങനെയാണ് മുഹാജിറാകേണ്ടത്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്റെ ആ കാലഘട്ടത്തിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ സംഭവത്തിനാണ് നമ്മൾ ഹിജ്റ എന്ന് പറയുന്നത്. അങ്ങനെ പോയിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ മുഹാജിർ എന്ന് പറയുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ മാത്രമേ ഹിജ്റയുള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഈ ഹിജ്റ എന്ന അതിൻ്റെ ആശയം ലോകാവസാനം വരെയുണ്ടാകുമെന്നാണ്. ലോകാവസാനം വരെയുണ്ടാകും. പ്രവാചകൻ പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആളുകൾ മുഹാജിറുകളാണ്. എന്നാൽ അതോടുകൂടി അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നവനും മുഹാജിറാണ്. മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ മദ്യപിക്കാതിരിക്കുന്നവൻ ആ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, അവൻ ആശയത്തിൽ മുഹാജിറാണ്. വ്യഭിചരിക്കരുത് എന്ന് പറയുമ്പോൾ, പലിശ വാങ്ങരുത് എന്ന് പറയുമ്പോൾ, കളവ് പറയരുത് എന്ന് പറയുമ്പോൾ, അനീതി പ്രവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ, വാക്തത്വം പാലിക്കണമെന്ന് പറയുമ്പോൾ, ദീനിന്റെ കൽപ്പനകൾ ശിരസാവഹിക്കണമെന്ന് പറയുമ്പോൾ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവൻ അവൻ മുഹാജിറാണ്. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ മുഹാജിറുകളാവേണ്ടവരാണ്. തിന്മകൾ ജീവിതത്തിൽ നിന്ന് പാടെ ആ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന മുഹാജിർ ജീവിതത്തിലാകേണ്ടവരാണ്. ഒരുപക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയേക്കാൾ പ്രയാസകരമാണ് തിന്മകളിൽ നിന്ന് നന്മകളിലേക്കുള്ള ഹിജ്റ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയിട്ടുള്ള ഹിജ്റയേക്കാൾ പ്രയാസകരമായിരിക്കും
കാലഘട്ടങ്ങളിലൂടെ മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തിന്മകളിൽ നിന്ന് നന്മകളിലേക്കുള്ള അവന്റെ ഹിജറ, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള ഹിജറ, അനാചാരങ്ങളിൽ നിന്ന് ബിദ്അത്തുകളിൽ നിന്ന് സുന്നത്തുകളിലേക്കുള്ള ഹിജറ. ഈ ഹിജറയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാനുള്ളത്. തിന്മകളിൽ നിന്ന് നന്മകളിലേക്കുള്ള ഹിജറ. ശിർക്കുപരമായ ഒരുപാട് വിശ്വാസ ആചാരങ്ങളിൽ നിന്ന് നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ ദിവസത്തിൽ നാം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി, മറവ് ചെയ്തു. എന്നിട്ട് അയാളുടെ വീട്ടിൽ തന്നെ മറ്റൊരു മക്ബറയുണ്ടാക്കാൻ വേണ്ടി വീട്ടിലെ റൂം കുഴിക്കുകയാണ്. അപ്പോ അത്തരത്തിലുള്ള ശിർക്കുകൾ വ്യാപിപ്പിക്കാൻ വേണ്ടി അതേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് പണക്കൊതിയാണ്, ഇവിടെ സമ്പന്നരാകാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് തൗഹീദിലേക്ക് കടന്നു വരിക എന്നത്, അനാചാരങ്ങളിൽ നിന്ന് സുന്നത്തുകളിലേക്ക് കടന്നു വരിക എന്നുള്ളത്, അത് ഏറ്റവും നല്ല പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഇവിടെയാണ് ഹിജറയെ നാം രണ്ടായി മനസ്സിലാക്കുന്നത്. ഒന്ന് ചരിത്രപരമായ ഹിജറയാണ്. ആ ചരിത്രപരമായ ഹിജറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെയ്തിട്ടുള്ള, അനുയായികളും ചെയ്തിട്ടുള്ള ഹിജറയാണ്. രണ്ടാമത്തത് ആദർശപരമായ ആത്മീയതയിലൂടെയുള്ള ഹിജറയാണ്. ആ ഹിജറയാണ് നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ തിന്മകളിൽ നിന്ന് അകലുകയും വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഹിജറ. അതിന് ഒരുപാട് ത്യാഗങ്ങൾ ആവശ്യമാണ്. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണം. നമുക്കറിയാം, ഒരു വീട് തീപിടിക്കുന്ന സമയത്ത് ആ വീട് മുഴുവനും കത്തിയമരും, അവിടെയുള്ള സാധനങ്ങൾ മുഴുവനും ഇല്ലാതെയാകും, കരിഞ്ഞു പോകും. എന്നാലും അവിടെ ഒരു കേടുപാടും സംഭവിക്കാതെ കൂടുതൽ സുരക്ഷിതമെന്ന രൂപത്തിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ടാകും. അതെന്താണത്? ആ വീട്ടിലുണ്ടായിരുന്ന മൺപാത്രങ്ങളാണത്. ആ വീട്ടിലുണ്ടായിരുന്ന മൺപാത്രങ്ങളാണത്. അത് ആ തീപിടുത്തത്തിൽ നശിച്ചു പോവുകയില്ല. അത് കൂടുതൽ കരുത്തോടെ നന്നായി തീരുകയാണ് ചെയ്യുക. കാരണം എന്താ? ആ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് തീയിൽ നിന്നാണ്, തീച്ചൂളയിൽ നിന്നാണ്. ആ തീച്ചൂളയിൽ നിന്ന് ഉണ്ടാക്കിയതിനാൽ ആ മൺപാത്രങ്ങൾ നശിച്ചു പോകുന്നില്ല. അതുപോലെ ഒരു വിശ്വാസി പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയാണ് വളരുന്നത് എങ്കിൽ അവൻ ഒരിക്കലും ആ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് മാറുകയില്ല. ആദർശം ഒരിക്കലും അവൻ കൈവിടുകയില്ല. വളരെ ശക്തിയോടുകൂടി അവന്റെ കൈകളിലുണ്ടാകും. അല്ലാത്ത ആളുകൾക്കാണ്, അങ്ങനെ പരീക്ഷണങ്ങൾ അനുഭവിക്കാതെ ആ രൂപത്തിലുള്ള ആളുകൾക്കാണ് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും പല പ്രയാസങ്ങളും ഉണ്ടാവുക. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞു, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ല വഹബ്ബു അർളില്ല വലൗലാ അന്നി യുഖ്രിജുകു മിൻകി മാ ഖറജതു. ഈ മക്ക രാജ്യമേ, നിന്നോടെനിക്ക് എന്തൊരിഷ്ടമാണ്, നിന്നോടെനിക്കെന്തൊരിഷ്ടമാണ്. ഈ നാട്ടിലെ ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വിട്ടു പോകുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വേദനിക്കുന്ന ഹൃദയത്തോടുകൂടി മനസ്സോടുകൂടി പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹിജറ എന്ന് പറയുന്ന സംഭവം അതൊരു യാത്രയാണ്. എല്ലാം വെടിഞ്ഞുള്ള യാത്ര. കയ്യിൽ എന്തൊക്കെയുണ്ടോ, സമ്പാദ്യങ്ങൾ എന്തൊക്കെയുണ്ടോ, അതെല്ലാം വെടിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇവിടെ നിന്ന് അവർ പുറപ്പെടുന്നത്. അതെല്ലാം മക്കയിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. തിരിഞ്ഞു നോക്കിയാൽ, ആ യാത്രയിൽ അവർ തിരിഞ്ഞു നോക്കിയാൽ അവരെ മടക്കി വിളിക്കുന്ന പലതും അവരുടെ പിന്നിലുണ്ട്. യാത്ര പോകുന്ന സമയത്ത് അവരെങ്ങാനും തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അവരെ തിരിച്ചു വിളിക്കുന്ന പകരം അവർ മാതാപിതാക്കളാകാം, അവരുടെ സ്വത്തുക്കളാകാം, അവരുടെ മക്കളാകാം, അവരുടെ ഭാര്യമാരാകാം, പലതും അവരെ തിരിച്ചു വിളിക്കാനുണ്ട്. എന്നാൽ ആ വിശ്വാസത്തിന്റെ പേരിൽ അവരെല്ലാം തന്നെ ആ വേർപാട്, അസഹനീയമായ ആ വേർപാട് അനുഭവിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ വഴികളിൽ നമുക്ക് ഏറ്റവും മധുരമുള്ള
പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, കൈപ്പേറിയ പലതും നമ്മൾ സ്വീകരിക്കേണ്ടിയും വരും. നമുക്ക് മധുരമെന്ന് തോന്നുന്ന, നല്ലതെന്ന് തോന്നുന്ന പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളും അത് കൈപ്പേറിയതാകാം, അത് സ്വീകരിക്കുന്ന അവസ്ഥയും ഉണ്ടാകേണ്ടി വരും. അതിന് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ സാക്ഷിയാണ്. സ്വർഗത്തിൽ നിൽക്കുക എന്നത് നല്ലൊരു കാര്യമാണ്. എല്ലാ സുഖസൗകര്യങ്ങളും അവിടെയുണ്ട്. എന്നിട്ടും ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സ്വർഗം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ കാര്യം പറയുന്നുണ്ട്. ആ സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എങ്കിലും ആ സ്വർഗം ഉപേക്ഷിച്ചുകൊണ്ട് പോരേണ്ടി വന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയെയും മകനെയും ഉപേക്ഷിക്കേണ്ടി വന്നു. തൂഫാൻ എന്ന് പറയുന്ന മഹാ ജലപ്രളയമുണ്ടായ ആ സമയത്ത് തൻ്റെ മകൻ ആ വലിയ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ മുങ്ങിത്താവുന്നത് കണ്ടപ്പോ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ബുനയ്യർകബ് മഅനാ, പൊന്നുമോനെ ഇങ്ങോട്ട് കേറിക്കോ, ഇന്ന് വേറൊരു രക്ഷയുമില്ല. മോൻ പറഞ്ഞു, ഞാൻ കേറുന്നില്ല, ഞാൻ ഏതെങ്കിലും മലമുകളിൽ പോയി രക്ഷപ്പെട്ടുകൊള്ളാം. അഥവാ സ്വന്തം ഭാര്യയെയും മകനെയും ഈ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ മാർഗത്തിൽ കൈയൊഴിയേണ്ടി വന്നിട്ടുള്ള നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണ്. അതുപോലെ തന്നെ സ്വന്തം നാടിനെയും കുടുംബത്തെയും ഉപേക്ഷിക്കേണ്ടി വന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ കാര്യം പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, എനിക്ക് എൻ്റെ ആദർശവുമായി ഇവിടെ കഴിഞ്ഞുകൂടാൻ കഴിയില്ല, ഞാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന ആ രംഗം നമുക്ക് കാണാവുന്നതാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തൻ്റെ പിതാവിനെയും അതുപോലെ തന്നെ തൻ്റെ മറ്റ് സഹോദരങ്ങളെയും ഉപേക്ഷിക്കേണ്ടി വന്ന രംഗം ഖുർആൻ പറയുന്നു. ഉഖ്തുലൂ യൂസുഫ അവിത്രഹൂഹു അർളൻ യഖുൽ ലക്കും വജ്ഹു അബീക്കും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ എന്ന് ആ സഹോദരങ്ങൾ നടത്തുന്ന ചർച്ചയും, എന്നിട്ട് വേണ്ട നമുക്കവനെ കൊല്ലണ്ട, ഏതെങ്കിലും ഒരു കിണറ്റിലിടാം എന്ന് പറഞ്ഞുകൊണ്ട് കിണറ്റിലിട്ടതും അവിടെ നിന്ന് യാത്രക്കാരായ ആളുകൾ രക്ഷിച്ചു കൊണ്ടുപോയതുമായ രംഗം, പിതാവിനെ കൈയൊഴിയേണ്ടി വന്നു, സഹോദരങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നു. അപ്പോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് ഇഷ്ടമുള്ള പലതിനെയും ഉപേക്ഷിക്കേണ്ടി വരും ആദർശ ജീവിതം നയിക്കാൻ. കൈപ്പേറിയ പലതും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അത് മനസ്സില്ലെങ്കിലും ആത്മാർത്ഥമായി തന്നെ അതിനെ സ്വീകരിക്കേണ്ടി വരും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ചരിത്ര സംഭവങ്ങളിലൂടെ അതൊരുപാട് ദിവസങ്ങളോളം പറയുവാനുള്ളതാണ്. നാം ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നാം ഒന്ന് മാറ്റുരച്ചു നോക്കേണ്ടതാണ്. ഹിജ്റ എന്ന് പറയുന്നത് അത് വെടിയലാണെങ്കിൽ, ഹിജ്റ എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ചുള്ള യാത്രയാണെങ്കിൽ, ഹിജ്റ എന്ന് പറയുന്നത് എല്ലാ സങ്കടകരമായ അവസ്ഥകളുടെയും ഒരു രൂപമാണ് എങ്കിൽ, ഞാൻ വിശ്വസിച്ച ഈ വിശ്വാസത്തിന് വേണ്ടി, ഞാൻ ഉൾക്കൊണ്ട ഈ ആദർശത്തിന് വേണ്ടി എന്താണ് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത്, എന്താണ് എനിക്ക് സഹിക്കേണ്ടി വന്നത്? ചില ആളുകളൊക്കെ ഇസ്ലാമിന്റെ യഥാർത്ഥ തൗഹീദിന്റെ പാതയിലേക്ക് വരുന്നതിനെ കുറിച്ച് ബോധ്യമുള്ളവരാണെങ്കിലും അവരോട് സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യുമ്പോൾ അവർ സ്വകാര്യമായി പറയുന്ന മറുപടി, ഞാനങ്ങോട്ട് പോന്നാൽ കുട്ടികളെ കെട്ടിക്കാൻ കഴിയില്ല, ഞാനങ്ങോട്ട് പോന്നാൽ പള്ളിപ്പറമ്പിൽ ഒരു പക്ഷേ മറവ് ചെയ്യാൻ സ്ഥലം കിട്ടിയെന്ന് വരില്ല, ഞാനങ്ങോട്ട് പോന്നാൽ എനിക്ക് എൻ്റെ അയൽപക്കക്കാരുടെയും ബാക്കിയുള്ളവരുടെയും സഹകരണം കിട്ടിയെന്ന് വരില്ല. എന്തുകൊണ്ട്? ഈ ആദർശം, ശരിയായ ആദർശം ഉൾക്കൊള്ളാൻ മടി കാണിക്കുന്നത് ഭൗതികമായ ഒരുപാട് തടസ്സങ്ങളാണ്. എന്നാൽ ഈ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയാൽ കറകളഞ്ഞ തൗഹീദിന്റെ രൂപം എവിടെയാണോ ഉള്ളത്, ആ കറകളഞ്ഞ തൗഹീദിന്റെ പക്ഷത്ത് നിൽക്കാൻ ഭൗതികമായി എന്ത് നഷ്ടങ്ങൾ നമുക്കുണ്ടായിരുന്നാലും ആ പക്ഷമാണ് ശരിയെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ, ഒറ്റയ്ക്ക് ആദർശം പറയാൻ ഞാൻ തയ്യാറാണ് എന്ന ബോധ്യം ഈ പറഞ്ഞ ഹിജ്റയുടെ സംഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു ആദർശ ബോധം, ജീവിതത്തിൽ ത്യാഗസന്നദ്ധത പ്രകടിപ്പിക്കണം എന്ന ചിന്ത,
ഇതെല്ലാം തന്നെ ഈ ഹിജ്റ നമുക്ക് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ ഹിജ്റയുടെ പാഠം ഉൾക്കൊള്ളാനുള്ള സന്മനസ്സും തൗഫീഖും നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നാം ഈ പറഞ്ഞതും ഇതുപോലെ ദിവസങ്ങളോളം വിശദീകരിക്കാനുമുള്ള ചരിത്രങ്ങളും സംഭവങ്ങളുമാണ് ഹിജ്റയുടെ ചരിത്രമെങ്കിലും ഈ മാസം കടന്നു വരുന്നത് ചില ആളുകൾക്കൊക്കെ ഒരു അശുഭകരമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് സമൂഹം കാണുന്നത്. മുഹറം മാസം അഥവാ ഹിജ്റ വർഷത്തിലെ ആദ്യ മാസമായ മുഹറം മാസം, ആ മുഹറം എന്ന് പറഞ്ഞ ആ പദത്തിൻ്റെ അർത്ഥം പോലും പവിത്രത നിറഞ്ഞത് എന്നാണ്, വളരെ പരിശുദ്ധകരമായത് എന്നാണ്. എന്നാൽ ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ചില ആളുകൾ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യവും ആ മാസത്ത് പറ്റൂല. പ്രത്യേകിച്ച് ആ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അന്നൊരു വിവാഹം നടത്താൻ പറ്റൂല, അന്നൊരു കച്ചവടം തുടങ്ങാൻ പറ്റൂല, അന്നൊരു വീട് കുടിയിരിക്കാൻ പറ്റൂല, അന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റൂല. കാരണം നഹ്സിന്റെ ദിവസമാണ്, നഹ്സിന്റെ ദിവസമാണ്. അന്നത് ചെയ്യാൻ പാടില്ല എന്ന് അത് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസമല്ല. ഇസ്ലാമിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. മറിച്ച് ജൂതന്മാരായ ആളുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വിശ്വാസമാണ്. ജൂതന്മാരായ ആളുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വിശ്വാസമാണ് ഈ നഹ്സിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഏതെങ്കിലും ദിവസത്തിൻ്റെ പ്രത്യേകമായ ഒരു മോശമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നല്ല ദിവസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, നല്ല മാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, നല്ല സന്ദർഭങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവരെല്ലാം മോശമെന്നല്ല. പ്രവാചകന്മാരിൽ 25 പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞു ഖുർആനിൽ. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവരൊക്കെ 1.25 ലക്ഷത്തിൽ ഈ 25 അല്ലാത്തവരൊക്കെ മോശക്കാരാണ് എന്നാണോ? ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരെ പ്രത്യേകം പറഞ്ഞു. ഈ 5 പറഞ്ഞാൽ ബാക്കിയുള്ളവർ മുഴുവൻ മോശക്കാരാണ് എന്നാണോ? അതല്ല. ഓരോരോ പ്രത്യേകതകൾ ഓരോന്നിനുണ്ടാകും. ഞാൻ കഴിഞ്ഞൊരു ഖുതുബയിൽ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം വെള്ളിയല്ലാത്ത ദിവസങ്ങളൊക്കെ മോശമാണ് എന്നല്ലല്ലോ. അപ്പോൾ ഒരു ദിവസത്തിനും ഒരു മോശത്തരം ഉണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസത്തിനും ഐബ് കാണരുത്. നമ്മൾ ദിവസങ്ങൾക്ക് നമ്മൾ ഐബ് കാണുന്നു എന്നതല്ലാതെ ആ ദിവസങ്ങൾക്ക് യാതൊരു ന്യൂനതയുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള അബദ്ധ ധാരണകൾ നമ്മളിലുണ്ട് എങ്കിൽ ആ ധാരണകളെ നാം തിരുത്തൽ വളരെ അത്യാവശ്യമാണ്. ഈ പവിത്ര മാസം എന്നതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുമാണ്. റമളാൻ മാസത്തെ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധപൂർവം അവർ അനുഷ്ഠിച്ചിരുന്ന ഒരു നോമ്പായിരുന്നു മുഹറം 10 നോമ്പ്. ആ 10 നോമ്പിന് കഴിഞ്ഞതും വരാനുള്ളതുമായ ഓരോ വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ 9 നോമ്പും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ നോൽക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാസത്തിൻ്റെ പവിത്രതയും കൂടിയാണ് ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തിൻ്റെ ശരിയായ മുഖങ്ങളിലൂടെ കൂടുതൽ സഞ്ചരിച്ച് അത് കാണാനും പഠിക്കാനും ഒക്കെ ഇഷ്ടംപോലെ വേദികളും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈകളിലുള്ള നമ്മുടെ ഫോണുകളിലുണ്ട്, ആൻഡ്രോയിഡ് ഫോണുകളിലുണ്ട്. ഹിജ്റയുടെ ചരിത്രങ്ങളോ കാര്യങ്ങളോ അറിയേണ്ടവർ തങ്ങൾക്കിഷ്ടപ്പെട്ട പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ, പ്രസംഗങ്ങളോ കാര്യങ്ങളോ എടുത്ത് നോക്കിയാൽ ആ ചരിത്രങ്ങൾ കേട്ടാൽ മനസ്സ് കുലുങ്ങാത്തവരായിട്ടാരുണ്ടാകൂല, കരയാത്തവരായിട്ടാരുണ്ടാകൂല. അത്രയും വികാരഭരിതമായ രൂപത്തിൽ ആ വിഷയങ്ങൾ പറയുകയും അത്തരത്തിലുള്ള മേഖലകളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്ത ചരിത്രമാണത്.
നമ്മുടെ വിശ്വാസത്തിന് ഒരുപാട് കരുത്തു പകരാൻ ആ ചരിത്രങ്ങൾ ഉപകരിക്കും. കൂടുതൽ കേൾക്കാനും പഠിക്കാനും നാം സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ഹിജറ എന്ന ആ ചരിത്രത്തിൽ നിന്ന് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കറകളഞ്ഞ വിശ്വാസത്തോടുകൂടി എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക്, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സുന്നത്തുകളിലേക്ക് തിരിച്ചു വന്ന് യഥാർത്ഥ ഇസ്ലാമിൻ്റെ അനുയായികളായി ജീവിക്കുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പൊറുത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അവർക്കെല്ലാവർക്കും നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്കെപ്പോഴും കൺകുളിർമ ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരണമേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് വിട പറയുവാനുള്ള മഹാഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.